നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ എക്സ്ക്ലൂസീവ്. ജീവിക്കാൻ വേണ്ടി കാട്ടാക്കടയിൽ കച്ചവട സ്ഥാപനം തുടങ്ങി പെരുവഴിയിലായി ഒരു കുടുംബം. കടം വാങ്ങിയും ലോൺ എടുത്തും വസ്തുവിറ്റും 6 കോടി രൂപയാണ് ചെലവാക്കിയതെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇന്ന് ആത്മഹത്യാ വക്കിലാണ് ഈ കുടുംബം. പേര് ഷാജി, തിരുമല മങ്കാട്ടകടയിലാണ് താമസിക്കുന്നത്. സാറേ, ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിത് 6 മാസത്തിന് മുമ്പേ ഓണത്തിന് കടയെടുത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വിചാരിച്ചതുപോലെ സെയിൽസ് നടന്നില്ല. വാടക കൂടുതലായിരുന്നു, 6,10,000 രൂപ. പിന്നെ അഡ്വാൻസും 2 കോടി രൂപയാണ് അഡ്വാൻസ്. അത് നമ്മൾ 1,80,00,000 രൂപ കൊടുത്തിരുന്നു. അപ്പം വാടക കൊടുക്കാനുള്ള കളക്ഷൻ ഇവിടെ സെയിൽസ് നടന്നില്ല. 10 ലക്ഷം രൂപയാണ് മന്ത്ലി സെയിൽസ് നടന്നത്. അങ്ങനെ വാടക കൊടുക്കാൻ പറ്റിയില്ല. 6 മാസം കഴിഞ്ഞ ഉടനെ അദ്ദേഹം രാത്രി ബലാത്കാരമായിട്ട് വന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവർ രാത്രി വന്ന് ഈ പൂട്ടുകളെല്ലാം കട്ടിങ് മെഷീൻ വെച്ച് കട്ട് ചെയ്ത് മാറ്റി ഫ്രണ്ടിൽ പൈപ്പിട്ട് സീറ്റിടുകയും സാധനങ്ങളെല്ലാം അടിച്ച് പൊട്ടിച്ച് എല്ലാം വാരി എറിയുകയും വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തു. അന്ന് DSP സാറിൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു. സാറ് 2 മാസത്തിനകത്ത് കടം മാറിക്കൊടുക്കണം, ഇല്ലെങ്കിൽ വാടക തുടരണം എന്ന് പറഞ്ഞു. ഈ 2 മാസത്തിനകത്ത് മാറിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശരി, ഈ 2 മാസത്തിനകത്ത് പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പൈസ പോലും ഇതുവരെ തന്നില്ല. അഡ്വാൻസ് തിരികെ തരികയോ ഈ ഇവിടെ പണി ചെയ്ത 3 കോടിയിൽ കൂടുതൽ അധികം രൂപയ്ക്ക് ഇന്ത്യയിൽ വർക്ക് മാത്രം ചെയ്തിരിക്കുന്നു. അതിലൊരു പൈസ തരികയോ ഒന്നും ചെയ്യാതെ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഈ ഒരു ഫ്ലോറിലെ കംപ്ലീറ്റ് സാധനം റാക്ക് കൗണ്ടർ എല്ലാം അടിച്ചു പൊട്ടിക്കാൻ അതിൽ തന്നെ 10 ലക്ഷം രൂപ പുറത്ത് നഷ്ടമുണ്ടായി. ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചിരുന്ന 80 ഇഞ്ച് TV അവർ എടുത്തുകൊണ്ട് മോട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. സാധനങ്ങളെല്ലാം ഒരുപാട് സാധനങ്ങൾ കുറവുണ്ട്. എല്ലാത്തിൻ്റെയും കണക്കുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു 25% സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട്. നമ്മൾ പൂട്ടണം നമ്മളല്ല, തുറക്കണം നമ്മളല്ല, ഒരു ഇതുമില്ല. വളരെ ദയനീയാവസ്ഥയാണ്. 6 മാസങ്ങൾക്ക് മുൻപാണ് കാട്ടാക്കടയിൽ ടസൽ ഫാബ്രിക്സ് എന്ന പേരുള്ള ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ കച്ചവടം ഇല്ലാത്തത് കാരണം മാസം കൊടുക്കേണ്ട വാടകയായ വൻ തുക കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നും ഇത് കാരണം കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യുകയും വെള്ളത്തിന്റെ കണക്ഷൻ കട്ട് ചെയ്യുകയും ചെയ്തതായി ടസൽ ഫാബ്രിക്സ് ഉടമ പറഞ്ഞു. ബിൽഡിംഗ് ഓർഡറുമായിട്ടുള്ള ധാരണ പ്രകാരം 1.5 കോടിയിലധികം രൂപ അഡ്വാൻസായി കൊടുത്തിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു. സ്ഥാപനം തുടങ്ങിയപ്പോൾ തന്നെ ജനറേറ്റർ സംവിധാനത്തിലാണ് ലിഫ്റ്റിന്റെയും കറണ്ട് കണക്ഷന്റെയും പ്രവർത്തനം നടത്തിയിരുന്നതെന്നും തുടർന്ന് വാടക കൊടുക്കാത്ത കാരണത്താൽ ജനറേറ്റർ കണക്ഷൻ കട്ട് ചെയ്യുകയും വെള്ളത്തിന്റെ കണക്ഷനും കട്ട് ചെയ്തതായും ജീവനക്കാർ പറഞ്ഞു. ഇപ്പോൾ ഞാൻ വന്നിട്ടൊരു 6 months ആവുന്നു. ടെസൽ ഫാബ്രിക്കിൽ വർക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ 2-3 months ആയിട്ട് പ്രശ്നങ്ങളായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫ്ലോർ തന്നെ ഏറ്റവും മുകളിലത്തെ 4ാമത്തെ 5ാമത്തെ ഫ്ലോറാണ്. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ലിഫ്റ്റ് ഇല്ല, കറണ്ട് ഫെസിലിറ്റി ഇല്ല, ഡീസൽ അടിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ അത് അടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇത് പോയിട്ട് കസ്റ്റമർ കയറി വരുന്ന തന്നെ ഒരു യങ്സ്റ്റേഴ്സ് വന്നാൽ തന്നെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഓൾഡ് ഏജ് പീപ്പിൾ താഴേന്ന് തിരിച്ചു പോവാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട DYSPക്ക് പരാതി കൊടുത്തതായും അവിടെ നടന്ന ചർച്ചയിൽ സ്ഥാപനത്തിൽ നിന്ന് മാറാൻ 2 മാസത്തെ സമയം നൽകിയതായും ധാരണ പ്രകാരം ഈ മാസം 30-ന് മുമ്പ് മാറണമെന്നായിരുന്നു അന്നത്തെ തീരുമാനം. എന്നാൽ തങ്ങൾ കൊടുത്ത അഡ്വാൻസിൽ നിന്നും വാടകയുടെ ക്യാഷ് കുറച്ച് ബാലൻസ് ക്യാഷ് തന്നാൽ മാത്രമേ സ്ഥാപനത്തിൽ നിന്ന് മാറാൻ കഴിയൂ എന്നാണ് സ്ഥാപന ഉടമകൾ പറയുന്നത്. നിലവിലെ സ്ഥിതിയിൽ സ്ഥാപനത്തിലുള്ള 24 സ്റ്റാഫുകൾ ദുരിതത്തിലാണ്. കറണ്ടും വെള്ളവുമില്ലാതെ 2 മാസത്തിലധികമായി ഇവർ ബുദ്ധിമുട്ടിലാണ്. വെള്ളം ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി വരുന്ന കസ്റ്റമർ തന്നെ ഇതുപോലെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമുക്കാണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ എന്താ പറയുക, ഈ ചൂട്, കറണ്ടില്ല. പിന്നെ ഇപ്പം അല്ലെങ്കിൽ 9 മണി വരെയൊക്കെ ആണെങ്കിൽ ഡീസൽ അടിച്ച് 9 മണി വരെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം പിന്നെ 6:30 മണിക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ വരെയാണ്. കസ്റ്റമർ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇത്രയും പടി കയറി വന്നിട്ട് ലിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല, കറണ്ട് ഫെസിലിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമേഴ്സ് നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചൂട് ടൈം അല്ലേ, അതുകൊണ്ട് അതിൻ്റെതായ പ്രയാസങ്ങൾ കസ്റ്റമർ പറയാറുണ്ട്, അവർ മേടിക്കാതെ പോകാറുമുണ്ട്. ഇതിനിടെ ബിൽഡിംഗ് ഉടമയുടെ ആൾക്കാർ സ്ഥാപനത്തിൽ വന്ന് തങ്ങൾ നിർമ്മിച്ചിരുന്ന ഫർണിച്ചർ ഉൾപ്പെടെ നശിപ്പിച്ചതായും 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും സ്ഥാപന ഉടമ പറഞ്ഞു. ഇവിടെ ഞങ്ങൾക്ക് ആദ്യം മുതൽ കറണ്ട് ഇല്ല, കറണ്ട് തരാത്തതാണ് മെയിൻ കാരണം. ക്ലോസ് ചെയ്യാൻ കാരണം നമ്മളുടെ ഇത് പറയാതെയാണ് വന്ന്, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അറിയിക്കാതെ വന്ന് അവർ പൂട്ടിയിട്ട് പോയതാണ്. വെളുപ്പിന് ഞങ്ങൾ വന്നപ്പോഴത്തേക്കാണ് ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞത്. ഇത് കട പൂട്ടാൻ പോയാണ്. കുറച്ച് ഗുണ്ടകളെയും കൊണ്ട് ആൾ വന്ന് ഇത് പൂട്ടി അയാളെ കടിച്ച് ഓട്ടിച്ച് പോകാൻ പറഞ്ഞ്.
ഈ പരാതി കൊടുത്ത സമയത്ത് പോലീസിന്റെ നിലപാട് എന്താണ്? പോലീസ് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഒത്തുതീർപ്പിലായി പോകുന്നതാണ് നല്ലത്. പോലീസ് നന്നായിട്ട് ശ്രമിച്ച് രണ്ടുപേരെ ഒത്തുതീർപ്പിലാക്കാം. അപ്പോൾ അയാൾക്ക് സമ്മതമല്ല. അയാൾ പറയുന്നത് എൻ്റെ വാടക തന്നിട്ട് പോ എന്നാണ് പറയുന്നത്. എത്ര എമൗണ്ടാണ് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത്? അഡ്വാൻസ് 1,80,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം വാടക എത്ര രൂപയാണ്? ഒരു മാസത്തെ വാടക എന്ന് പറഞ്ഞാൽ 6,10,000 രൂപ. അപ്പോൾ ഇതിന്റെ താക്കോൽ ഇപ്പോൾ നിങ്ങളെ തന്നിട്ടില്ല? ഇല്ല, അവരുടെ കയ്യിലാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നാലും അവരാണ് തുറന്നതെന്ന് ഞങ്ങൾ അകത്ത് കയറുന്നത്. തിരിച്ച് ഞങ്ങൾ ഇറങ്ങി പോകുന്നിടത്ത് അവർ തന്നെ കൂട്ടി താക്കോലെടുക്കുന്നത്. 30-ാം തീയതിക്ക് മുമ്പേ ഇറങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ ചിലവായ പൈസ മൊത്തം തരണം. ഞങ്ങൾ കൊടുത്ത അഡ്വാൻസിന് വാടക കഴിച്ചിട്ടുള്ള ഈ 8 മാസത്തെ വാടക കഴിച്ചിട്ടുള്ള ബാക്കി പൈസ ഞങ്ങൾക്ക് തരണം. എത്രയും വേഗം അധികാരികൾ ഇതിനൊരു പരിഹാരം കണ്ട് ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കരാർ എഴുതി തുടങ്ങിയിട്ട് 25 മാസമായി. ഇതുവരെയും വാടക തന്നിട്ടില്ല. കരാർ പ്രകാരമല്ല പ്രവർത്തിക്കുന്നത്. കറണ്ട് കണക്ഷൻ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വെള്ളം കട്ട് ചെയ്തില്ല. ജനറേറ്റർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. ഈ വിഷയത്തിൽ കാട്ടാക്കട ഡിവൈഎസ്പി പറഞ്ഞത് 2 മാസത്തെ സമയമാണ്. അതിന് പ്രകാരം പ്രവർത്തിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നുമാണ് ഞങ്ങളുടെ പ്രതിനിധി ബിൽഡിംഗ് ഓണറുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്.